ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇനി നമുക്ക് ഈ ഒരു പായസം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 500 ml പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പാലെടുത്ത അതേ അളവ് തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു പാലട മിക്സാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. മിൽമേൻ്റെ പാലട മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാലട മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാലട ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, ആ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി വറ്റി വരാനുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടി നമുക്കിത് വറ്റിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാലട മിക്സിൽ തന്നെ മധുരം ഉണ്ടാവും, എന്നാലും അതത്ര അധികം മധുരമായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഇതിൽ മധുരം ചേർത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇതിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് നിർത്തി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കണ്ട പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.